ഇത് എന്താന്ന് മനസ്സിലായോ? ഗണപതി നാരങ്ങ. ഗണപതി നാരങ്ങ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് മമ്മി അപ്പടെ കൊടുത്തു വിട്ടതാണ്. 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം നന്നായിട്ട് പഴുത്തു. അപ്പൊ മറ്റേത് പഴുത്തിട്ട് കറി വെക്കാന്ന് കരുതി ഒരെണ്ണം. ഇത് നമുക്ക് പിക്കിളെന്ന് പറയാൻ പറ്റൂല, എങ്കിലും ഒരു പിക്കിൾ രൂപത്തിലൊരു പരിപാടി ചെയ്യുവാണ്. വെള്ള നാരങ്ങ. വെള്ള നാരങ്ങ പിക്കിളായിട്ട് തന്നെ നമുക്കങ്ങ് ഇടാം. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചതാണ്. നാരങ്ങയുടെ വലിപ്പവും ഷേപ്പും. ഇതിന് ഗണപതി നാരങ്ങ എന്നാണ് പറയുന്നത്. ഇനിയിപ്പൊ തൊണ്ട് ചെത്താം. തൊണ്ട് ചെത്താം. പുറത്ത് കൊണ്ടുപോയി ചെത്താം. പുറത്തേക്ക് പോരെ പുറത്തങ്ങ് കൊണ്ടുപോയി ചെത്താ പിന്നെ ഇവിടെ ക്ലീൻ ആക്കണ്ടല്ലോ. പിന്നെ ഇവിടെ ഇട്ട് മുറിക്കാ മതി. ഇവിടെ എന്തൊക്കെ സാധനങ്ങളാ ഇരിക്കണേ. ഇത് നമ്മുടെ വർക്ക് ഏരിയ കേട്ടോ. ഇതാണ് നമ്മുടെ അടുക്കളപ്പുറം. ഇത് നിങ്ങൾ സ്ഥിരം കാണാറുള്ളതല്ലേ? അതെ. അടുക്കളയുടെ മുറ്റത്തിന് പുറത്തേക്കാ ചെത്തിയിടുന്നത്. അപ്പൊ പിന്നെ അടിക്കൊന്നും വേണ്ട. മുറ്റത്ത് ചെത്തിയാൽ പിന്നെ അത് ശരിയാവൂല, വൃത്തികേടായിട്ട് കിടക്കൂലേ. ഇത് ഈ നല്ല മണ. ഈ വെളുത്ത തൊണ്ടില്ലേ, ഈ മഞ്ഞ തൊണ്ടിന്റെ അടിയിലുള്ള ആ തൊണ്ട് ശരിക്കും ചെറിയൊരു കയ്പുണ്ടാവും. പക്ഷെ നമ്മൾ ആ തൊണ്ടും കൂടെ കളഞ്ഞാൽ ഇത് നുറുക്കിയെടുക്കാൻ പറ്റൂല. അപ്പൊ ഇതിനോട് ചേർന്ന് പരിച്ഛേദം അങ്ങ് ചെത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. ഒരു തടിയുടെ പുറത്ത് വെച്ച് നുറുക്കിയെടുക്കാം. കത്തി മൂർച്ചയുള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ടി ചെത്തി കഴിയും. ഓ, അതിന്റെ അകമൊന്ന് കാണിക്കാം. നല്ല ഓറഞ്ചിന്റെ സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാരങ്ങ സ്മെല്ല്, സിട്രസ് അല്ലേ? അതെ, നാരങ്ങ സ്മെല്ല് നല്ല ഇതല്ലേ. ഞങ്ങളിത് സാധാരണ അവിടെ നിന്ന് തരുമ്പോൾ ചെയ്യാറ് തേങ്ങ ഇതുപോലെ പഴുത്ത് കഴിയുമ്പോൾ തേങ്ങ വറുത്തരച്ചേച്ച് വറുത്തരപ്പ് കറിയായിട്ടാണ് ഉണ്ടാക്കാറ്. ഞാൻ ഓർത്ത് ഇത് വറുത്തരപ്പ് നമ്മൾ നേരത്തെ വടുകപ്പുളിയും ചെയ്തല്ലോ. അപ്പം ഇത് ഈ മോഡലിലൊന്ന് ചെയ്യാമെന്ന് കരുതി കേട്ടോ. കായൊക്കെ നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ കായും കൂടെ കിടന്നാൽ കഴിക്കും. അത് നമുക്ക് ഇങ്ങനെ അങ്ങ് നുറുക്കി വെക്കാം, എന്നിട്ട് ചെറുതാക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വേവിച്ച് കഴിയുമ്പോൾ അതിന്റെ തൊലി പൊളിച്ച് കളയാലോ. വേവിക്കണില്ല, ഇത് വേവിച്ചല്ല ചെയ്യണം. ഇത് വേറെ രീതിയിലാ പറയാ. നുറുക്കാം ഇങ്ങനെ ചെറുതായിട്ട്, പരമാവധി ചെറുതായിട്ട് നുറുക്കുക. അതെ. ഈ ചോപ്പിംഗ് ബോർഡ് വീട്ടിലെ അനുജ തന്നതാട്ടോ എനിക്ക്. നല്ല ബോർഡാ. അപ്പം അവിടെ ചെന്നപ്പോൾ കൊടുത്തു വിട്ടതല്ലേ, ഞാനീനെ ഏൽപ്പിച്ചേക്കാൻ പറഞ്ഞു. നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് മാറ്റാൻ പറ്റും. ഇതിലേക്ക് തടിയാന്ന് തോന്നുന്നു അല്ലേ? തടിയാണ്. ചെറിയ നാരങ്ങായതുകൊണ്ട് പിന്നെ അത് കൈകാര്യം ചെയ്യാൻ എളുപ്പം അല്ലേ? ഇത് അരിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നാന്നറിയാമോ, ഇത് ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റുവാട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് എടുത്ത് മാറ്റുന്നത്. കൈയൊക്കെ കഴുകി നീറ്റാക്കി വെച്ചാണ് നമ്മളിത് അരിയാൻ തുടങ്ങിയത്. ഇനി എന്നാ കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റി ഇനി ചോപ്പിംഗ് ബോർഡ് അങ്ങ് മാറ്റാം. എന്നിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാനുണ്ടല്ലോ. എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് പാകത്തിനുള്ളത് ഉപ്പിട്ട് കൊടുക്കണം ഇതിലേക്ക് ഡയറക്റ്റ്. അതെ, നാരങ്ങ മുറിച്ചതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ചു നേരം വെച്ചേക്കണായിരിക്കും അല്ലേ? അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. അങ്ങോട്ട് വെച്ചു. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആകാ വലിപ്പം അല്ലേ? അതെന്നാന്ന് പറയുമ്പോ ഇരുന്ന് കഴിയുമ്പോ ഇത് ചുങ്ങും. അപ്പൊ മെൽറ്റായി കഴിയുമ്പോ പിന്നെ ഇച്ചിരി വലിപ്പം ഇല്ലെങ്കിൽ കഴിക്കാൻ നേരത്ത് എടുക്കാനുണ്ടാവൂല, അതുകൊണ്ട് പിടിക്കാൻ പറ്റൂല. ഇനി ഇതൊന്ന് നോക്കിയാ എന്താണ് കാന്താരി മുളക്. നമ്മുടെ കാന്താരി മുളക് അത് പച്ചയും പഴുപ്പും ഒക്കെ ആയിട്ടുള്ളതാട്ടോ കിടന്നത്. അത് മൊത്തം ഇങ്ങനെ പറിച്ചെടുത്തതാ ഞാൻ. അത് നമുക്ക് നെടുമ്പ് അങ്ങ് കളഞ്ഞേച്ച് ഇത് അകം പിളർക്കാനില്ല, കാരണം ചെറുതായതുകൊണ്ട് പിളർന്നാ കിട്ടൂല. അത് ഇത് കഴുകി വെച്ചിരിക്കണതാട്ടോ. ഇത് പിളർന്നേച്ച് വെറുതെ അതിലേക്ക് ചേർക്കുക, ചുമ്മാ ചേർക്കുക, ഒന്നും ചെയ്യാനില്ല. കുറേ ഉണ്ടല്ലോ, ഇത് മൊത്തം ചേർക്കണം. കാന്താരി മുളകിന് നല്ല എരിവുണ്ട്. ഇതിന്റെ പുളി ഇതുമൊക്കെ ഒന്ന് ഇതായി വരാൻ വേണ്ടി മുളക് ഇച്ചിരി ഇരുന്നോട്ടെ. മുളക് പിക്കിളപ്പം കഴിക്കണല്ലേ. അപ്പൊ പിന്നെ ഇത് മെൽറ്റായി കഴിയുമ്പോ അതിന്റെ എരിവ് പോകും. വിനീഗർ ഇതിൽ ചേർക്കണുണ്ട്.
അപ്പം പിന്നെ വിഷയമില്ല. ഇനി മുളക് മുഴുവൻ ചേർക്കണ്ടല്ലേ? ചേർക്കുന്നുണ്ട്, മുഴുവനും അല്ല എങ്കിലും പരമാവധി, എന്നാലും പുളിയൊക്കെ അതിലേക്ക് പിടിച്ചോളൂന്നേ. എരിവും പുളിയൊക്കെ അല്ല, എരിവൊക്കെ നാരങ്ങയിലേക്ക് പിടിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും ഇതിന്. അതുകൊണ്ട് വെള്ള നാരങ്ങ പിക്കിൾ. വെള്ള നാരങ്ങ പിക്കിൾ എന്ന് പറയാല്ലേ ഇതിന്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു സ്വല്പം വെള്ളം എടുത്ത് ചൂടാക്കണം. വെള്ളം ഒഴിക്കാൻ പാടില്ലല്ലോ. എന്നിട്ട് ചൂടാക്കി വെച്ച് അതിലേക്ക് കുറച്ച് ഇതിന് കൂടാനുള്ള പാകത്തിന് വിനീഗർ ചേർക്കണം ആ വെള്ളത്തിലേക്ക്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം. അത് ഞങ്ങളുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ. അമ്മ അവിടെ പാത്രം കഴുകണ കണ്ടില്ലേ, അതാണ് ഞങ്ങളുടെ വർക്ക് ഏരിയ. കൂടുതലും അവിടെയാ പരിപാടിയില്ലേ? അതെ. ഞാൻ അവിടെ നിന്ന് വിനീഗർ എടുത്തോട്ടെ. വിനീഗർ അവിടെ ഇരിക്കണം, ബർത്ത് ഷെൽഫിലാണ് വെച്ചത്. നമുക്ക് ഈ വെള്ളത്തിലേക്ക് തന്നെ സ്വല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കാം. മതിയാവും. നാരങ്ങയ്ക്ക് പുളിയുള്ളത് കൊണ്ട് അധികം വേണ്ട. ഇത് ചേർത്ത് കഴിഞ്ഞാലേ ഒരു പ്രിസർവേറ്റീവ് പോലെയല്ലേ വിനീഗറൊക്കെ ചേർക്കണത്. അപ്പൊ പുറത്താണ് നമ്മളിത് വെക്കണത്. അപ്പൊ കേടാവാതെയൊക്കെ ഇരിക്കും. പിന്നെ ഇച്ചിരി പുളി കുറവുണ്ടെങ്കിൽ പുളിക്കും. എല്ലാത്തിനും കൂടി ഒന്ന് ശരിയാവാൻ വേണ്ടി മൊത്തം ഒരു സ്വല്പം ഒന്ന് ചേർത്തോ. എന്നിട്ട് ചെറു ചൂട് മതി. മതി, ചെറു ചൂട് മതി. ഇത് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ വെച്ച് ഇതിലേക്ക് എത്രത്തോളം വെള്ളം ഈ പിക്കിളിന് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, കാന്താരിമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇത് വേവിക്കണ പിക്കിളല്ല, ഇത് ഒഴിച്ചു കൊടുത്തു. ഇത് മതിയാവും. ഇത്ര മതിയോ? ഇത്ര മതി, ധാരാളം. ഇനി നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിൽ ഇട്ട് വെക്കണം, കാണിച്ചു കൊടുക്കാം. എന്നിട്ട് കുപ്പിയിൽ നമ്മൾ ഇട്ടിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഇതെല്ലാം മിക്സ് ആവാനായിട്ടൊരു ഒരാഴ്ച നമുക്ക് പുറത്ത് വെക്കാം. പുറത്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ അതിലേക്ക് ലയിച്ചു വരും. എന്നിട്ട് നമുക്കൊരു ശരിക്കും പറഞ്ഞ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് കൂട്ടിത്തുടങ്ങാവുള്ളൂ. എന്നാന്ന് വെച്ചാൽ കൂട്ടിത്തുടങ്ങി കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ചിലപ്പോൾ സ്പൂണൊക്കെ ഇട്ട് ഇളക്കി കഴിയുമ്പോൾ ചിലപ്പോൾ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. എന്താന്ന് വെച്ചാൽ എണ്ണയൊന്നും ഒഴിക്കണില്ലല്ലോ. അപ്പൊ ഈ ഫോമിൽ ഇരിക്കുമ്പോ തണുത്ത് കുപ്പിയിലാക്കുമ്പോ വെറുതെ ഷെൽഫിൽ വെച്ചാൽ മതി, ഫ്രിഡ്ജിലേക്കൊന്നും വെക്കണ്ട. ഇത് മിക്സ് ആയി വന്ന അപ്പൊ ഇത് തട്ടിക്കൂട്ട എളുപ്പത്തിലുള്ള ഒരു നാരങ്ങാ പിക്കിളാണ്. വെറുതെ ഉപ്പും കാന്താരിമുളകും നാരങ്ങയും വിനീഗറും സ്വല്പം ചൂടുവെള്ളം, അത്രേ ഉള്ളൂ. അപ്പൊ കുപ്പിയിൽ ഇടണം, നമുക്ക് കാണിക്കാം. നല്ല എരിവും പുളിയൊക്കെ ഉണ്ട്. ഇച്ചിരി രുചിക്കണോ? അയ്യോ വേണ്ട, എനിക്കത് അത്ര താല്പര്യമില്ല. ഇഷ്ടപ്പെടും. എരിവും പുളിയും ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെടും. കുഴപ്പമില്ല, എരിവും പുളിയും ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെടും. നിനക്ക് എരിവൊക്കെ ഇറങ്ങാനുണ്ട്. എരിവ് ഇട്ടല്ലേ ഉള്ളൂ. ഇതൊരു ഒരാഴ്ച പിടിക്കും എരിവ് ശരിയായി വരാൻ. അങ്ങനെ നമ്മള് ഗണപതി നാരങ്ങ അരിഞ്ഞ് ഉപ്പും വിനീഗറും പിന്നെ കാന്താരിമുളകും കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൗളിൽ വെച്ചിരുന്നു. കുറച്ച് സമയമായി വെച്ചിട്ട്. ഇനിയിപ്പോ ഞങ്ങള് രാത്രിയിൽ 10 മണിയായി കിടക്കാൻ പോവാ. അപ്പൊ അതിനു മുമ്പ് ഇതൊരു കുപ്പിയിലേക്ക്, പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇടരുത് കേട്ടോ, പിക്കിളായതുകൊണ്ട് പൊട്ടണ കുപ്പി തന്നെ ഉപയോഗിക്കണം. അതിലേക്ക് ഇട്ട് വെക്കാനായിട്ട് പോവാണ്. ചുമ്മാ ഒന്നുമില്ല. എത്ര സമയം വെച്ചിരുന്നു നമ്മള്? ഈ സമയമൊന്നും വെക്കണ്ട, തണുക്കാൻ വേണ്ടി അത് കുറച്ചു നേരം പുറത്തിരുന്നുള്ളൂ. പിന്നെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് അത്താഴം കഴിയട്ടെ എന്ന് ഓർത്ത് വെച്ചതല്ലേ. അതപ്പോ ഇന്ന സമയമൊന്നുമില്ല, കുപ്പിയിലേക്ക് പകർത്തണതിന് മുമ്പ് തണുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ കിടക്കാൻ പോണെന്നും ഇട്ട് വെച്ചില്ലെങ്കിലേ ശരിയാവൂല. അപ്പൊ ഇത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു 2 ആഴ്ച പിടിക്കും. എന്താണെങ്കിലും എരിവും ഉപ്പും പുളിയെല്ലാം അതിലേക്ക് ഇറങ്ങാം, ഈ നാരങ്ങയല്ലേ. അപ്പൊ നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിപ്പോ തൽക്കാലം പുറത്ത് ഷെൽഫിൽ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഈ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. പക്ഷേ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഈ സ്പൂണിട്ട് ഇളക്കണത് കൊണ്ട് ചിലപ്പോൾ ഈ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചോളണം. അത്രേ ചെയ്യാനുള്ളൂ. ഇപ്പം നികക്ക വെള്ളമൊക്കെ ഉണ്ട്. ഇത് നമ്മൾ വേവിക്കുന്നില്ല, നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, വേറെ ഒരു സംഗതികളും ചേർക്കണില്ല. വെറുതെ അരിഞ്ഞ് ഉപ്പ് പുരട്ടി കാന്താരിമുളകോ പച്ചമുളക് ഏതാന്ന് വെച്ചാൽ ഇടാം. നമ്മൾ കാന്താരിമുളക് ഇട്ടേക്കണേ. കാന്താരിമുളക് ഇട്ട് സ്വല്പം വിനീഗറും സ്വല്പം വെള്ളം, ചെറു ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണ്.
എന്നോട്ട് നമുക്ക് ഉപയോഗിച്ചു 2 ആഴ്ചയെങ്കിലും പിടിക്കൂന്നേ ഉപയോഗിക്കാൻ. ഇത് മെൽറ്റായി വരണം, മെൽറ്റായി അതിലേക്ക് പിടിച്ചു വരണം. എന്നിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ മതി. വേറെ ഒന്നും ചേർക്കണില്ലല്ലോ, വേവിച്ചിട്ടില്ലല്ലോ. അപ്പൊ ചിലപ്പോ എണ്ണ ഒഴിക്കാത്തോണ്ട് ചിലപ്പോ പൂപ്പൽ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇതോടുകൂടി നിൽക്കുവാണ്. സമയം 10:15. കട്ടിലേക്ക് പതുക്കെ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടയ്ക്കട്ടെ. അടുത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ്. പാത്രം കഴുക്കും. അതെ, കൊറേ ഉണ്ടല്ലോ പാത്രങ്ങളും. ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് പപ്പായ കഴിക്കാനായിട്ട്. ഇതിന്റെ തൊലിയൊക്കെ പുറത്തു കൊണ്ടേ കളയണം. അകത്തെ വേസ്റ്റിൽ ഇടാറില്ല, ഈ ഉറുമ്പ് വരും. അത് കാരണം പുറത്ത് തെങ്ങുകുഴി കൊണ്ടേ കളയണം. അതിന് രാത്രിയാണെങ്കിലും ലൈറ്റ് ഉണ്ടല്ലോ. ബീഫ് ഇരുന്ന പാത്രം നെയ്യ് ഇരുന്നത് കൊണ്ട്, നെയ്യായിരുന്നോണ്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് ആദ്യം ഇട്ട്, അത് കഴിഞ്ഞിട്ട് ആ വെള്ളം കളഞ്ഞേച്ച് പിന്നെ സോപ്പിട്ട് കഴുകും. അപ്പം നല്ല വൃത്തിയായിട്ട് തെളിയും. പിന്നെ പകല് നമുക്ക് വെയിലത്ത് വെക്കാം.